ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് പേര് തള്ള കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ പൊരിന്നിരിക്കുന്ന കോഴിക്കുഞ്ഞും വലിയ താടൻ കോഴീനൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ട് ഈ തള്ളെ 3 കുഞ്ഞുങ്ങളും നമുക്ക് സെയിലിങ്ങിനുള്ളതാണ്. അതായത് ഈ വലിയ കോഴി 3 കുഞ്ഞുങ്ങളും ഈ കോഴീൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ, 3 എണ്ണം. അപ്പോൾ ഇത് 3 നമുക്ക് സെയിലിങ്ങിലുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇത് വേണമെങ്കിൽ സെറ്റായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അമ്മയും 3 മക്കളുമായിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതാ നാടൻ കോഴികൾ ഒരുപാടുണ്ട് നമുക്കിപ്പോൾ ഈ പ്രാവശ്യം. അതുപോലെ തന്നെ നേക്കിനൊക്കെ ഉണ്ട്, കാപ്പിരിക്കോഴിയുണ്ട്. ഇത് നേക്കിനെക്കിൽ പുള്ളിയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള കോഴിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കാപ്പിരി വളരെ കുറവാണ്, കുറച്ച് കാപ്പിരി മാത്രമേ ഉള്ളൂ. പിന്നെ നേക്കിനൊക്കും അത്യാവശ്യം നമുക്ക് കുറച്ചുണ്ട്. പിന്നെ ഉള്ളത് സാധാരണ നോർമലി ആയിട്ടുള്ള കോഴികളൊക്കെ തന്നെ, എല്ലാം അടയിരിക്കുന്ന നല്ല നാടൻ കോഴികളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറായിട്ടൊന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ആവശ്യക്കാർക്ക് എത്തിച്ചു തന്നെയായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തനി നാടൻ കോഴികൾ ആവശ്യപ്പെട്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള സെയിലിംഗാണ് ഇതെല്ലാം. നമുക്ക് സെയിലിംഗ് ആണല്ലോ കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ള കോഴികളാണ്. അപ്പോൾ അത് സെയിലിംഗ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണം. പിന്നെ കുഞ്ഞായിട്ടുള്ളത് ഈ കുറുങ്ങാലിക്കോഴികളില്ലേ, അതുപോലത്തെ കുറച്ച് ഐറ്റംസ് അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കോഴികൾ ഇപ്പോൾ തീറ്റ തിന്നാനുള്ള ബഹളത്തിലാണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോഴികളെ വളർത്താൻ ആഗ്രഹമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. നാടൻ കോഴികൾ തന്നെയാണ്, എല്ലാം നല്ല പക്കാ നാടൻ കോഴികളാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇരുട്ടത്തിൽ നിന്ന് വീഡിയോ എടുക്കണമല്ല കേട്ടോ. ഇത് ഇന്ന് നമുക്ക് നല്ല മഴയുണ്ട്. മഴ ചെയ്തുകൊണ്ട് തന്നെ ഈ കൂട്ടിലധികം വെട്ടം കിട്ടത്തില്ല. കാരണം ഇവിടെ നല്ല മരങ്ങൾ നിൽക്കണതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെട്ടം കിട്ടുന്നില്ല. മഴക്കാറുണ്ട്, മഴയല്ല ഉള്ളത്, മഴക്കാർ നന്നായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോണിൽ ടോർച്ച് അടിച്ച് പിടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഫോണിൻ്റെ നിഴലാണ് ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോഴികളൊക്കെ ആവശ്യമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പലരും നമ്മളോട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് സാധനം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ 1 മാസം പ്രായം കഴിഞ്ഞതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ്. യാതൊരു കംപ്ലൈൻറ്റോ പ്രോബ്ലങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ കാപ്പിരിനെ ഒരുപാട് പേര് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിരി നമുക്ക് അധികം ഇല്ല, എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ കാപ്പിരീന് ആവശ്യമുണ്ടെങ്കിൽ പറയാം. അതുപോലെ നേക്കിനേക്കും നമുക്ക് അത്യാവശ്യം കുറച്ചുണ്ട്. നമ്മുടെ സാധാരണ കൂടുതലും കാപ്പിരിയൊക്കെ ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കാപ്പിരി കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ കാപ്പിരി ഇല്ലായിരുന്നു, ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും കാപ്പിരി ഉണ്ട്. അപ്പോൾ കാപ്പിരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ചും പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഇടക്ക് നിഴലിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് താങ്ക്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുളത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് അധികം കണ്ടിട്ടില്ല. കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരവാണ്. നമ്മുടെ വീട്ടിലുള്ള കുളത്തിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ ആഗ്രഹമുള്ളവർ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.